ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ അനൂട്ടി ക്ലാസ്സിന് പോയിട്ട് വന്ന് പരീക്ഷ അന്നെ എങ്ങനെയുണ്ടായിരുന്നു? ഇന്ന് കുഴപ്പമില്ല, മലയാളല്ലേ? ഇന്ന് കുഴപ്പമില്ല, നാളെ കുഴപ്പമില്ല. മലയാള സെക്കൻഡാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു പാഠം. അതാകുമ്പോൾ കുറെ കഥയല്ലായിരിക്കും. SSC പഠിക്കുമ്പോൾ നമ്മൾ കുറെ എഴുതാനും ഉണ്ടാവല്ലോ. നമുക്ക് അതേപോലെ കന്നഡ സബ്ജക്റ്റ് ആയിരുന്ന പരീക്ഷ വന്ന് ഭയങ്കര പഠിക്കാനൊന്നുമില്ല. പഠിക്കണ്ട അല്ല, എനിക്ക് ഞാൻ ക്ലാസ്സിൽ ഒന്നും പഠിപ്പിച്ചിട്ടാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് പഠിക്കലുണ്ട്. പിന്നെ പാത്തുമ്മേൻ്റെ ആടേന് അന്നേരം മലയാള സെക്കൻഡ്. ഇപ്പൊ മലയാള സെക്കൻഡ് പറഞ്ഞാൽ കുറെ പടങ്ങളുണ്ട്. കുറെ ഉണ്ട്. അന്നേരം പാത്തുമ്മേനാട് മാത്രമാണ്. അപ്പൊ എന്റെ മോളെ ഞാൻ മതിയെ ഇനി പറയുന്നില്ല കേട്ടാ. പിന്നെ മുഹമ്മദ് ബഷീറിന്റെ അതൊന്നും അറിയില്ല വെച്ചാൽ എല്ലാ ഇതും നമ്മള് കഥ പറഞ്ഞ ഇത് ബോറാക്കുന്നുണ്ട്. ഇത് എവിടെ പോകുന്നീ അത് കാര്യം പറയട്ടെ. അപ്പൊ ഇന്നലെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിന്റെ അടുത്ത് കല്യാണേനും. അപ്പൊ ഇന്നലെ കവിക്ക് തീരെ കഴിയുന്നില്ല, ഇന്നും കഴിയുന്നില്ല, ഛർദിയും. അതെ, അതുകൊണ്ട് കല്യാണത്തിന് അങ്ങ് പോകാൻ പറ്റിയില്ല നമുക്ക്. നമ്മൾ വീട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വീടിന്റെ മുറ്റത്ത് കല്യാണം പറയണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ പറ്റാത്ത ഫുൾ ക്ഷീണേനും. അപ്പൊ ഇന്നലെ അവിടെ വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാനും പറ്റിയില്ല. അപ്പൊ ഇന്ന് എന്ന് പറഞ്ഞാൽ രാവിലെ നോക്കുമ്പോൾ കവിക്ക് ഇന്ന് നല്ല തീരെ കഴിയുന്നില്ല. അപ്പോൾ ഇളനീര് അങ്ങനെ കുറച്ച് സംഭവമല്ല. പിന്നെ വിശേഷമായാലും അങ്ങനെയാണല്ലോ ഭർത്താക്കന്മാർ അങ്ങനെ ചെയ്യുന്നത്. സാധാരണ എല്ലാം ചെയ്യുന്ന പോലെ ഞാനെല്ലാം കൊണ്ട് കൊടുത്തു. തീറ്റിക്കാനെല്ലാം നോക്കുന്നുണ്ട്. അവളെ തിന്നുന്നില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്തൊന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ല ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ സംഭവം ഒന്ന് ആക്കാനുള്ള പരിപാടിയാണ്. അനൂട്ടി ഇതുവരെ മോമനിങ്ങനെ ആക്കുന്നത് കണ്ടിട്ടില്ല. ഇന്ന് നേരിട്ട് കാണാനൊരു അവസരം നോക്ക് എന്ന് പറഞ്ഞാല് അതെന്നാന്ന് പറഞ്ഞാലേ ഇതാക്കാൻ പോകുന്ന സാധനത്തിന്റെ പേര് പറഞ്ഞു കേട്ടാ. ശ്രീലങ്കയിലാക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സംഭവമാണ്. ഇത് അടുത്ത ആരും അങ്ങനെ ആക്കിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആക്കിയിട്ടുണ്ടാവട്ടെ, ഞാൻ അറിയാണ്ട് പറയാൻ ഞാൻ ശ്രമിക്കുക. അപ്പോൾ ആക്കിയിട്ടില്ലെങ്കിൽ ഇതൊരു കിടിലൻ സംഭവമാണ്. മത്സ്യം ഞാൻ ആക്കിയിട്ട് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും അടിപൊളിയാക്കാൻ വേണ്ടി നോക്കാം. ഇത് എല്ലാവരും ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് കണ്ടോ. സിമ്പിളായിട്ട് മീൻകറി വേറെ ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന സംഭവമാണ്. നമ്മൾ ഈ കുക്കർ മത്തിയെല്ലാം വെച്ചിട്ടുണ്ടായിട്ടില്ലേ, അതിൻ്റെ വേറൊരു ഇത്. ഞാൻ എന്ന് പറഞ്ഞാൽ കവി ഭക്ഷണമാക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ആക്കുന്ന പോലത്തെ അങ്ങനല്ല. പക്ഷെ ഞാൻ അങ്ങനല്ല, ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് മാത്രം ആക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാനതിൽ കുറേ ആലോചിച്ച് കുറേ ഇങ്ങനെ പരിധി നമ്മളെ ചങ്ങായിമാർ ഗൾഫിലെല്ലായിട്ട് ചങ്ങായിമാർ തായ്ലാൻഡിലും ഇങ്ങനെയുള്ള നമ്മളെ യൂട്യൂബ് കുടുംബത്തിലുള്ള അംഗങ്ങളോടെല്ലാം ചോദിച്ചിട്ട് അവർ പറഞ്ഞെന്ന റെസിപ്പിയാണ് ഞാനിങ്ങനെ ഇതിലൂടെ എല്ലാവർക്കും നമ്മളെ കുടുംബത്തിൽ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രത്യേകം വാച്ചിയാണ് ഇത്. നമ്മളൊക്കെ ഇന്നത്തെ പുളിങ്കറി അങ്ങനത്തെ കാര്യമൊന്നുമല്ല കേട്ടോ. വലിയ അമ്മേനെ പുളിങ്കറി ഇട്ടാൽ വലിയ കാര്യമാണ്. അതല്ല, അങ്ങനത്തെ ഇതല്ല, സ്പെഷ്യലായിട്ടില്ല. ഇതല്ലാത്തൊരു സംഭവമാണ് ശ്രീലങ്കയിൽ ഉണ്ടാക്കുന്ന ഒരു ഫിഷ് കറി. അപ്പൊ നമ്മൾ ഇന്ന് അതാണ് ആക്കാൻ വേണ്ടി പോകുന്നത്. എന്നാണ് കവി അതിന്റെ പേര് ഞാൻ വിട്ടു, ഇപ്പം പറഞ്ഞു കേട്ടോ. മൊബൈലുണ്ട്, തീയലാണ് ഞാൻ പറഞ്ഞു കൊടുത്തിന്. ഇവർക്ക് കൊടമ്പുളി ഇട്ട് വെക്കുന്ന ഒരു കിടില ചെറിയ 3-4 ഐറ്റം വേണ്ടും. സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞധികം പോരടിപ്പിക്കുന്നില്ല, നമുക്ക് അതിനകത്തേക്ക് പോകാം. അതിലെടുക്ക് പറഞ്ഞാൽ കവിക്കുന്ന ഒരാളെ കൊണ്ടുവരാൻ ഒന്ന് കൊണ്ടുകൊടുത്തില്ലായിരിക്കണ്ട, കൊണ്ടുകൊടുത്ത സാധനം ഇങ്ങനെയുണ്ട് സംഭവം. നമ്മളെ നാട്ടിൽ കിട്ടുന്നതാണ് ഇത് അധികം. അപ്പോൾ ഞാൻ റോഡ് സൈഡിൽ കണ്ടപ്പോൾ ഇളനീര് മേടിക്കാൻ വേണ്ടി പോയതാണ്. ഇപ്പം കുറച്ച് നാളായിട്ട് ഇളനീര് കുടിക്കുന്നുണ്ടായിട്ടില്ല. ഇപ്പം ആദ്യം ക്ഷീണലായതുകൊണ്ട് നമ്മൾ ആദ്യം ഇളനീരെല്ലാം കൊണ്ടുവന്നിട്ട് കൊത്തി കൊടുക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് പോയാലും മുൻചുടന്ന ഒരു സാധനമാണ് സ്വീറ്റ് കോൺ. എന്തെല്ലോ പറയാനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് കവിക്ക് തീരുന്ന കയ്യിലല്ലോ. അല്ല, എനിക്ക് തലവേദന ആയതുകൊണ്ട് രാവിലെ തലവേദനയില്ല. ഇനിയിപ്പോൾ ഞാൻ കൂടി അധികം ആക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് കവിക്ക് കുറച്ച് റെസ്റ്റാണ്. ഇപ്പൊ എൻ്റെ ഇന്ന് അസിസ്റ്റന്റ് ആയിട്ടുള്ളത് അനൂട്ടിയാണ്. പോകാനുള്ള മരുന്നാണ് തലവേദനയാണെന്നാ മതി. പിന്നെ പറയാനില്ലെന്ന് പറഞ്ഞാൽ കുറെ പേര് ഞാനിങ്ങനെ ഭക്ഷണം വെക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവർക്കും അസൂയ ഉണ്ട്. എന്നാലും എന്നെ ഒരുപാട് പേര് നമ്മുടെ കുടുംബത്തിലെ വിജയനും വെക്കണമെന്ന് അവരിതൊന്നും അറിയുന്നില്ല. ഇല്ല, നല്ല ടേസ്റ്റുള്ള സാധനം. ഋത്തിക്കൽ നല്ല ടേസ്റ്റ് പറഞ്ഞ പിന്നെ പറയണ്ടല്ലോ, അത് അച്ഛനല്ലേ അങ്ങനെയൊന്നല്ല, നല്ല ടേസ്റ്റ് എല്ലാവരും കൂടി. അല്ല, ഇവളിങ്ങനെ വിശേഷമായതിനു ശേഷം സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വെച്ച് അത്യാവശ്യം പഠിച്ചു. എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ ഇത് ഭക്ഷണം വെക്കാൻ. അതിങ്ങനെ പുതുതായിട്ട് സാധനം വെച്ച് ആയിട്ടാകുമ്പോൾ ഇവർ തിന്നുമ്പോൾ ഒരു ഇതില്ലേ, ഞാൻ പണ്ട് പറയലുണ്ട്, കവി തിന്നുമ്പോൾ നമ്മളത് അല്ലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഓക്കെ, അങ്ങനെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. ഒരു മെയ് മാസം പുഷ്പമായി മാറട്ടെ ജഗതി പറയുന്നത്. അടിപൊളിയായിരിക്കും പറയുന്ന അനൂട്ടി. അപ്പൊ നമ്മൾ ഇന്നാക്കാൻ പോകുന്ന കറീന്റെ പേരാണ് ആമ്പൽ തീയൽ. അപ്പൊ ഞാൻ ആക്കുന്ന എന്നെക്കാട്ടി ഒക്കെ അറിയാട്ടോ. ആമ്പുൽ തീയൽ അല്ലേ.
അമ്പുൽത്തിയൽ. അപ്പോൾ അമ്പുൽത്തിയലാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കവിയൽ എന്ന് പറഞ്ഞാൽ ഓരോ സാധനത്തിനും കൊടുക്കുക ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മറ്റേ ഇതെടുത്തുമ്പോൾ അതെടുത്ത് നമ്മളിന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പരിപാടിയില്ല, നമ്മളെല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ടാണ് തുടങ്ങുക. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടിക്കാൻ അത് നമ്മൾ പൊടിക്കുന്നുണ്ട്. ഇത് നേരത്തെ ആക്കി വെക്കാനാണ്, അത്ര മാത്രമേ ഉള്ളൂ. അമ്മ എത്തിയില്ല ഇത് അങ്ങോട്ട് കൊടുത്താൽ ഞാൻ നേരത്തെ അതാ സംഭവം. അപ്പൊ ഞാനിത് ഒന്ന് പറയാം പെട്ടെന്ന്. അമ്മ എത്തിയിട്ടുണ്ട്. അമ്മ കഴിവ് കളിക്കാൻ എല്ലാ അനുഗ്രഹവും ഓരോ നല്ല നല്ല കറികള് അമ്മക്കും കൂട്ടാലോ, അനുഗ്രഹിക്കണം. അപ്പൊ നമ്മള് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ഇത് എടുക്കാൻ പോകുന്ന മീൻകറിയാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി ആയിട്ട് മീൻകറിയാണ്. വീണ്ടും ഹൈപ്പ് കൂട്ടി കൊണ്ടുപോകുന്നില്ല, അതുകൊണ്ട് വേഗം പറയാം. ഇതെന്ന് പറഞ്ഞാല് ടൂണ മീനാണ്. ടൂണ മീൻ തന്നെ അറിയാതെ ഇതൊന്നും അറിയാണ്ടാന്ന് കേട്ടോ ആക്കാന്നത്. ടൂണെന്ന് പറയുന്നത്. അപ്പൊ അതാണ് മീൻ കേട്ടാ. പിന്നെ ഇതാ ഇങ്ങനത്തെ മീൻ വേണമെന്നുള്ളതുകൊണ്ട് ഇതാ കിട്ടീനി, അതുകൊണ്ടാണ് ഇതുപോലത്തെ മേടിച്ചത്. മാമനെ പോലെ. പിന്നെ ഗ്രാമ്പൂ കറുവപ്പട്ടിയും ഗ്രാമ്പും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മെയിനായിട്ട് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണങ്ങിയത്. മാമൻ കുറച്ച് ഹൈപ്പ് കൂട്ടിയതാ. ഇതില്ല. പിന്നെ അടുത്ത വെച്ചാൽ നമ്മളെ വീട്ടിൽ അധികം ഒന്നും ഉപയോഗിക്കാതെ ഇതുവരെ ഉപയോഗിക്കാത്ത സാധനം നിന്ന് നമുക്ക് കറിക്ക് വേണ്ടി വന്നത്. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ നമ്മൾ ഇന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള സംഭവം അല്ലേ? എപ്പോഴും ഞാൻ ഇത് കണ്ടിട്ടുണ്ട് മോനെ, എപ്പോഴും തായലി കൊണ്ടുവരലുണ്ട്, മോള് കറി വെക്കലുണ്ട്. ദിവസം കറി ഞാൻ ഇതിനെപ്പറ്റി പരിചയമില്ലാതെ കൊണ്ട് ഞാൻ വെച്ചിട്ടില്ല. അത്രയുള്ള പ്രത്യേകത പറഞ്ഞാൽ ഇത് മഴക്കാലത്ത് ഉണ്ടാവുക, ഇത് ഉണക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അടുപ്പം നടമ്പിലിട്ടിട്ട് ഇത് ഇതാക്കി ഞാൻ എന്താ പറഞ്ഞാൽ ഇവര് ഭയങ്കര പുളിയുള്ള സാധനാണ്. അതെ, നല്ല രുചി. വാളംപുളി ഇത് ഞാനാക്കുന്ന കറിയല്ലേ? അതെ മാമി മാമനാക്കുന്ന ആകട്ടെ. ഇതെന്നാ സംഭവം അറിയാം. ഇത് ഇപ്പൊ നമുക്ക് ആവശ്യമില്ലെന്ന് മാത്രം പറഞ്ഞില്ല. ഇത് എടുക്കട്ടാ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് കൈ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി കിട്ടില്ല, അതിന്റെ മൺചട്ടി തന്നെ ആക്കണം കേട്ടോ ഈ കറി. എന്നാലും അതിന്റെ ഇത് നമുക്ക് കുത്താൻ വേണ്ടിയില്ല സാധനം ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുളക് അപ്പൊ വെച്ചാൽ എല്ലാ സാധനവും നമ്മൾ എടുത്തു വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അല്ലാണ്ട് നമ്മൾ ആദ്യം ആ സമയത്ത് ഓടാൻ വേണ്ടി പോകും. ഒരു സാധനം വേണോ? കറിവേപ്പില. അത് പറിച്ചോട്ടാ, സമയമായില്ല അതാ. അത് മാത്രം വേണം കേട്ടോ. ബാക്കി എല്ലാം ആയിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ അതിന് വേണ്ടു. നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഉപ്പില്ലാണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം. അനുട്ടി ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ആകുന്നുണ്ടാവും. അതുകൊണ്ട് അനുട്ടി ഞാൻ അങ്ങനെ ആക്കറ് കേട്ടോ. അപ്പൊ കാണുമ്പോലെ നമ്മളിങ്ങനെ ക്യാമറ പിടിക്കുന്ന പറയാം, നമുക്ക് കുക്കിംഗ് ബന്ധം കൊണ്ട് പറയട്ടെ. പറഞ്ഞത്. അപ്പൊ നമ്മൾ ആക്കാൻ വേണ്ടി പോകുന്ന സാധനത്തിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ പരിപാടി വെച്ചാൽ ഈ കുടമ്പുളി എടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ വൃത്തിക്ക് കഴുകിയെടുത്ത് അതെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോകുന്നത് ഫസ്റ്റത്തെ പരിപാടി കേട്ടോ. മണം നോക്കാൻ കഴിയൂ? എന്ത് ചളി. ഞാനും മണം നോക്കി, നല്ലുണ്ട്. എന്നാ നീ മണം കാണും. ഞാൻ മണം മണത്തോക്കട്ടെ. മാമിക്ക് ചിരി വന്നില്ല. ഈ സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടോ അങ്ങനെ എന്നെ മാമി ഒന്നും പറയണ്ട, പഠിപ്പിക്കല്ലാന്നും പറഞ്ഞില്ല കേട്ടാ. നമ്മള് എന്നാ പറഞ്ഞ അതെ അനക്കറിയാം ഞാൻ ആക്കുന്നത്. അല്ല ഇത് ഒരു ചെറിയൊരു മാമ വാളം പുളി നോക്കി, പുളി അധികമായിരിക്കും. അതുകൊണ്ട് 1, 2, 3 വർഷം കിട്ടാൻ മതിയാ. 2-3 എടുത്തിട്ട് കേട്ടാ. എനിക്ക് തിരിയുന്നില്ല. അപ്പൊ ഇത് നമ്മൾ കൈ എടുക്കട്ടെ. പുളിയരിയ മാമന്റെ ആക്കുന്നത്. നിങ്ങളല്ലേ തിന്നോ? ഞാൻ ഒറ്റക്കല്ല. മാമനാക്കുന്നുണ്ടല്ലോ അമ്മി. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കറി നിങ്ങൾക്ക് മിസ്സാവേ. വേഗം വിട്ടോ, സ്ഥലങ്ങളിലേക്കോ. കോമഡി ആണ് ഇതെന്ന് വെച്ചാൽ ഈ സാധനം ഇതായിട്ടാകുമ്പോൾ പിടിച്ചിട്ടുണ്ടെങ്കിലേ തീർന്നു.
സ്ലിപ്പായി നീ വീണിട്ടല്ല മതി. അടുത്തന്നെ പണ്ടൊരു സ്ലിപ്പായി വീണതാ. വിജയാട്ടനും ശരി, എനിക്ക് നല്ലോണം അപകടം പറ്റിയിട്ടാ. ഇല്ല, എനിക്കൊന്നും ഇതുവരെ പറ്റിയില്ല. പറ്റിയതായത് ഇതാ ഒന്ന് സ്കൂളിൽ പോയിന്. ഈ ഇതിലൊക്കെ അട്ടാക്കിട്ടാ ഇതും വേണ്ടേ. അപ്പൊ ഇതാ പുള്ളി മാമ പറയുമോ മാ? അല്ല ഇത് ചൂടാട്ട്. ആ അത് പറയും, ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പറയണം. അത് പറഞ്ഞല്ല നമ്മള് ചൂടാക്കി. ഇത് ചൂടാകുന്നുണ്ടേ. തിളക്കണ ഇത് പിന്നെ തിളക്കണ്ടേ? കളിക്കണ്ടേ? തിളക്കണ്ടത് ഇതാവോ? നിങ്ങളല്ലേ ആക്കുന്നത്? അമ്പൂജ അമ്പൂജ മാമി അമ്പുജല്ല ആമ്പൽ. ഞാൻ ആ വീഡിയോനകത്തില്ലേ ഞാൻ ഇങ്ങനെ തിളക്കുന്ന അങ്ങനെ ഇതാണ് കണ്ടില്ലോ. തിളക്കണം കേട്ടാ, തിളക്കണം. അപ്പൊ നമ്മൾ തിളപ്പിക്കുമെന്ന് തിളപ്പിച്ചിട്ട് പറയാം. ഈ ഒരു വിശ്രമം നമുക്ക് ഉള്ളും കേട്ടാ. ഇങ്ങനത്തെ പണി തുടങ്ങിയാല് ഒരിക്കലും എന്താ സുഖം. ഒരു ദിവസം ഞാൻ ബിരിയാണി ആക്കും. അന്ന് നമ്മൾ നാട് അന്ന് ലോകം അവസാനിക്കുന്നത്. അല്ല മാമനെ പണി മനസ്സിലായാൽ പിന്നെ വിജയോട്ട് ഈ ഭാഗത്ത് വരില്ല. കണ്ണോടെ കുട്ടിയാളാ. കണ്ണ് ആ കണ്ണ് വെച്ചു കണ്ണി പൊന്തിപ്പോയില്ല. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞ ഇത് മാത്രം എടുത്തിട്ട് നമ്മളെ ഇതിലെത്തിക്കിടാം. അങ്ങനെ ഒരു നോട്ടോ അന്നോട് ഇത് കുറേ സമയം അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അപ്പൊ നമ്മള് ഇത് ഞാനിത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇതാക്കുന്നത്. അപ്പൊ പിന്നെ ഇത് നമുക്ക് സംശയമുള്ളതെല്ലാം അസിസ്റ്റന്റ് ചോദിക്കല്ലേ. അപ്പൊ ചൂടുണ്ട്, അത് എടുക്കണി കുറച്ച് കളിയാന്നിട്ടാ നമ്മളിതെടുത്തിട്ട് അത് നമുക്ക് വെള്ളം വെച്ച് കളയണ്ട. നമുക്ക് ഇത് പരിചയമില്ലാത്ത ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾ എടുത്ത കാക്ക പറഞ്ഞാൽ പണി എനിക്കാണ്. അതെ, അതാണ് സ്നേഹം. കണ്ട, അതാണ് സ്നേഹം. അപ്പൊ കുടംപുളിയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുമെന്ന്. എന്നിട്ട് നമ്മൾ ഈ കല്ല് വെച്ചിട്ട് നല്ലോണം കുത്തിയെടുക്കാനുള്ള പരിപാടി കേട്ടാ. മാമി ഓടിക്കോ. നല്ല നൈസായിട്ടുണ്ട് കേട്ടാ. നല്ല നൈസായിട്ടാ. എന്താണ് അങ്ങനെ ഒരു ടോക്ക് കാണുന്നില്ലല്ലോ. നൈസായി ആയി വരുന്നുണ്ട്. പിന്നില്ലേ എനിക്ക് ഇതിനെപ്പറ്റി 2 വെളുത്തുള്ളി കൊണ്ടുവരുന്നുണ്ട്. നമ്മള് ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ തന്നെയല്ലേ ഈ വെളുത്തുള്ളിയും കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടാ. തോട്ടം ഇടാ കേട്ടാ കേട്ടാ. നിങ്ങളുടെ കല്ലും കൂടി വീട്ടിലുണ്ട് സാല. നമ്മളിത് കുത്തി ഇത് സിമ്പിൾ ആട്ടാ. അതാ ഈ സാധനം ഒന്നും ഇങ്ങനെ ആക്കി എടുത്താണ്ടല്ലോ. നല്ലത് മാമൻ ഏറ്റവും തെരഞ്ഞെടുത്ത ഏറ്റവും പണിയുള്ള സാധനം. സന്തോഷായിട്ടുണ്ടാവും. നമ്മളിനിയില്ലേ ആക്കനെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടാ. സംഭവം ഒന്നും കിട്ടുന്നില്ല. ഒന്നും ഞാൻ വിചാരിച്ച പോലെ വരുന്നില്ല കേട്ടാ. ഞാൻ ഇതിലോട്ട് ഓടിയാലോ. കണ്ണു കൊടുത്തു അങ്ങനെ പറഞ്ഞാൽ രക്ഷപ്പെടാൻ. ഞാനില്ലേ നമ്മളീ കൊറേല്ലാം കല്ലടിച്ചാണ്. ഞാൻ കൊറേ കാലം റോഡിന്റെ സോളിങ്ങെല്ലാം ബാറിൽ നമ്മൾ അടിക്കോ കല്ല് പൊട്ടിക്കാൻ വേണ്ടിട്ട്. ഇവളിങ്ങനെ കുത്തുന്ന ബാറിലൊരു കരിങ്കലിന്റെ സാധനം ബാറിലൊരു കുത്തുകുത്തിയാൽ പൊട്ടിപ്പോകും. അതിന്റെ പേടിയുള്ളതുകൊണ്ട് ഞാൻ മെല്ലാനെ കുത്തും. അതെ, മാമിക്ക് അറിയില്ല പൊട്ടി പോകുന്ന. അതുകൊണ്ട് മാമി ഇങ്ങനെ കുത്തുന്നു അല്ലേ. ശരിക്കും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു മീൻകറിയാണ്. അപ്പോൾ നമ്മൾ നേരിട്ടിട്ട് വന്നിട്ട് നമ്മൾ ഇത് കറിവേപ്പില പറിക്കണം കേട്ടോ. ഇതിപ്പോൾ ശരിക്കും പറിക്കേണ്ടത് പറിച്ചിട്ടില്ല, കലമ്പ് കിട്ടും. അതുകൊണ്ട് അല്ല ഒരു 6 അധികം കവി അടിയെന്നല്ലേ പറിക്കണ്ടേ. അടി അടീന്ന് കേട്ടോ. അതാ വെറുതെ കത്തി വീട് ആയി. ഈ പാത്രം നമ്മൾ നേരെ വെച്ചിട്ട് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഗ്യാസ് കത്തിക്കാൻ പഠിച്ചു കണ്ട. ഇതുണ്ട് നിങ്ങൾ ഓരോ ഏലിയും കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഏലിയാ ഇനിയാണ് കലാപരിപാടി. കാരണം കവിയും കയ്യില കുറച്ച് നമുക്ക് ഇറക്കിട്ട് വേണ്ടി പോയി. ഇനി ഒന്നും അറിയാത്ത അനൂട്ടിയാണ് കൂടിയുള്ളത്. കറിവേപ്പിലെല്ലാം നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ പരിപാടിയായിട്ട് വെച്ച് കൊടുക്കണ്ട. ചൂടായി ഇങ്ങനെ വെച്ചിട്ടില്ലേ നമ്മൾ. ഇതിന്റെ മേലെ നമ്മൾ മീൻ വെക്കാൻ പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. ഇത് അധികം ചൂടിലൊന്നുമില്ല കേട്ടോ. ചെറിയൊരു ഫ്ലെയിമാണ്. അധികം എനക്കും അങ്ങനെ കുറക്കാറില്ല. കുറക്കുമ്പോൾ കിട്ടുമെന്ന് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ മീനെടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെയാണ്. വേറെ വെള്ളം ഒഴിക്കലും പരിപാടിയൊന്നുമില്ല. മറ്റേ ഇതിൻ്റെ അകത്താണ് എന്നറിയാം. അങ്ങനത്തെ ഒന്നും പരിപാടിയൊന്നുമില്ല.
നേരെ നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റി സാധനമാണെന്നാണ് മാം പറയുന്നത്. നമുക്ക് അത് നോക്കാം. ആൾക്കാർ ചോദിച്ചു വരാൻ സാധ്യതയുള്ള സാധനമാണ്. ഇങ്ങോട്ടൊക്കെയാ ഇപ്പം തന്നെ വയലിൽ എന്നോട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. അനക്ക് വരുന്നില്ല മാം. കണ്ടിട്ട് എനിക്കും ഇതിൽ ബാക്കി കുറച്ച് ഗ്രേവിയിലുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ടേ. ഇവിടെ ഇന്നടുക്ക് ഇട്ടു. വേറെ ഒന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒരു പരിപാടിയില്ലാത്ത സാധനമാണ്. ഇനി ഇതെന്താ വേണ്ടത് വെച്ചല്ലേ വറ്റിച്ച് എടുത്തോളൂ ഇത് നമുക്ക്. അതിനൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അതന്നെ എനിക്ക് സംശയം. ഞാൻ നേരത്തെ ആലോചിക്കുന്നത് അതന്നെ. അപ്പോൾ നമ്മൾ പറയാം ഇത് വറ്റിച്ചൊരിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. കുറച്ച് വെള്ളമൊഴിക്കാണെങ്കിൽ നമുക്ക് അത് പറയണ്ട. വെള്ളമൊഴിക്കൊന്നും എനിക്ക് അറിയില്ല കേട്ടാ. ഓളോട് ചോദിച്ചാലും അറിയില്ല. കവി കുറച്ച് വെള്ളമൊഴിക്കട്ടെ. എന്റെ മാമിന് സൂര്യത്തിലടി ഇരിക്കാൻ വരൂല. പണിപാടിടാ ശരിക്കും ബുദ്ധി മാർക്കെടുത്തോളൂ. ഇതാ ഞാനത് മറന്നുപോയതാണ്. മറവി മനുഷ്യന്റെ കൂടെ പുറപ്പാണ്. മറവി ജീവിക്കാൻ പറ്റില്ല. മറവിയാണ് നമ്മളൊരു ഇത്. അപ്പൊ ആ ഒരു ഇത് ഇന്ന് പെട്ടെന്ന് നേരത്തെ വന്നുപോയി. 2 കറുകപ്പെട്ട 2 കറുകപ്പെട്ട നമ്മൾ ഇതിന്റെ മുകളിൽ. എന്റെ മാമി ഇപ്പൊ വന്നില്ലെങ്കിൽ കണക്കായി. എന്റെ കവി മാമി എങ്ങനെയാ വന്നത്? കൂട്ടിക്കൊണ്ടുവന്നല്ലേ ദൈവം കൂട്ടിക്കൊണ്ടു. 4 ഗ്രാമ്പ് ഇടുന്നുണ്ടേ. കറുവപ്പട്ട 2 വെച്ചിട്ട് 4 ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട്. വേറെ പരിപാടി ഒന്നുമില്ല. ഇനി അടച്ചു വെച്ചോട്ടെ. എല്ലാം മാറും. പിന്നെ ഈ പച്ചമുളകില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇടുന്നുണ്ട് പച്ചമുളക്. ആ അപ്പൊ പച്ചമുളകും കൂടി നമ്മൾ ഇതിന്റെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് ബയ്യാന്ന് ഞാൻ വെച്ചോളാം. ഇത് ഇവിടെ വെക്കണം. ഇവിടെ കാണിക്കണം. നമ്മൾ രണ്ടാളും 2 ശരീരം എന്നുള്ളൊരു മനസ്സിലും മുത്തേ. അപ്പൊ പിന്നെ ആര് വെച്ചെന്ത് മൂങ്ങന്നല്ലാണ് നല്ലത് കവി. ചിക്കനിലാകുമ്പോ വെള്ളം ഇറങ്ങും. മീനിന് വെള്ളം ഇറങ്ങൂലല്ലോ. ശരിയാ. എല്ലാ പത്തിട്ട് കുഴപ്പമില്ല. ഇന്ന് നമ്മളല്ലേ ഇതൊന്ന് വീട്ട് കേട്ടാ. അവരെ നമുക്ക് കിട്ടിയിട്ടെങ്കിൽ ഇരിക്കാം. അടച്ചു കൊടുത്ത എല്ലാരും കൂടി അതിലേക്കല്ല ഈ പരിപാടിക്ക് വിളലുണ്ടേ. ഓള് എല്ലാരും കൂടിയാണ്. ഇതാണ് നമ്മളിപ്പോഴത്തെ മീൻകറിയുടെ അവസ്ഥ കേട്ടതാ. ഇങ്ങനെയാ ഉള്ളത് കണ്ടാ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു കിട്ടില്ല സാധനമാണ്. ശരി മീനിച്ചങ്ങനെ. അപ്പൊ ഇത് പൊത്തി കൊടുക്കട്ടോ. അങ്ങനെ കണ്ടിട്ട് കൊതി കൊണ്ടിട്ട് വെറുതെ കുറച്ച് അങ്ങോട്ട് പോയി ആയിട്ടം വിളിക്കാം. എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ വിജയേട്ടൻ്റെ ശ്രീലങ്കൻ സ്പെഷ്യലായിട്ടുള്ള ആമ്പുൾ തീയൽ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വറ്റിച്ചൊരിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി വറ്റാണ്ട് വറ്റി കഴിഞ്ഞാൽ നമ്മൾ റെഡി ആയിട്ട് നല്ലൊരു എന്താ പറയുക സ്റ്റൈലായിട്ടുണ്ട്. അപ്പൊ ഇത് അടിയായി തുടങ്ങി കേട്ടോ. കറി നല്ല ടേസ്റ്റ് ആയിട്ട് പറയുന്നത്. അടിയും പൊട്ടിയും തുടങ്ങിയിട്ടുണ്ട്. കഴിച്ചോ നോക്കട്ടെ. അടിയൊന്നും ആയിട്ടില്ല. അടി ആക്കണം എന്ന് പറയാം. അനക്ക് കിട്ടോ മതി അനുട്ടി. ഒരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ട്. പക്ഷെ പുളി അധികമായി പോയിനോന്നൊരു സംശയം. അത് സാറില്ല. അതെ പുളിയൊന്നുമില്ല അധികം. പക്ഷെ മീനിന്റെ ഒരു പച്ചമണം പച്ച ചുവയുണ്ട് കുറച്ച്. അത് പുളിയായിട്ട് വരുമ്പോ തിരിഞ്ഞില്ല. സത്യത്തിൽ ഇതൊരു കൊണൂലെന്ന് പറഞ്ഞിട്ടുണ്ടോ? കോണില്ല. രസമുണ്ട്. നിങ്ങൾ കുട്ടിയൊക്കെ കുറച്ചൊരു പുളി എണീച്ച് കാണുന്നുണ്ട്. അത്രേ ഉള്ളൂ. ചൂര മനസ്സിലായതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് പറയാന്ന്. അപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഞാൻ പിന്നെ ഇവർക്ക് റെക്കമെൻഡ് ചെയ്തു. ഇവർ റെക്കമെൻഡ് ചെയ്തു. ഗ്രേവി ചാറല്ല നല്ല രസമുണ്ട്. അമ്മ എന്തുണ്ട് അമ്മ? നല്ല രസമുണ്ട് മോനെ. ഇവരെന്തോ പറഞ്ഞിട്ട് നല്ല കുരുമുളകും വെളുത്തുള്ളിന്റെ എല്ലാ രസം വീഴുവേൻ എന്ത് നിലത്തായോ. അത് പിന്നെ അങ്ങനെയല്ല. അമ്മമാര് പിന്നെ മക്കളെ വിട്ടു കൊടുക്കുക. കറിയിലെ കോമ്പിനേഷൻ നല്ല പച്ചരി ചോറും ഇത് കുഴച്ച് തിന്നാല് പിടിച്ചാ കിട്ടൂല. അപ്പോൾ എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇച്ചിരി ലൈറ്റായിട്ട് പുളി കൂടിപ്പോയിന്. അത് ഈ കുടംപുളി നമുക്ക് പരിചയമില്ലാതെ ഒരു ഇതാണ്. പക്ഷെ അത് സാറല്ല അത് നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കോട്ടെ. എന്താണ് അഭിപ്രായം? കുരുമുളക് വേറെ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഈ സമയത്ത് ഞാനിങ്ങനെ ഈ വിശേഷ സമയത്ത് കവിക്ക് ഓരോ വെറൈറ്റി സംഭവമായി കൊടുക്കലാണ്. അക്കൂട്ടത്തിൽപ്പെട്ടൊരു എന്താ തീയല്? ആമ്പുൾ തീയല്. അപ്പോൾ അത് ആക്കിയിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി പുളി അധികമായി പോയി. ഞാൻ കുറച്ച് കുറക്കായിരുന്നു. ബാക്കി എല്ലാം കൂടി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് പരീക്ഷിച്ച് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് പോകുന്നത് പുതിയ വിശേഷമായിട്ട് പുതിയ ഇതൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അത് എന്തായാലും കമൻറ്റ് അയക്കണേ. അപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാൻ എല്ലാവർക്കും